നോമ്പിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. സംഭവം രാവിലെ ഞാനും മോളും നേരെ ബസ്സിൽ എന്റെ വീട്ടിലോട്ട് പോകുന്നതാണ്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഞങ്ങൾ ഒരു 5 മിനിറ്റ് ഉമ്മായ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഉമ്മ വരാൻ 5 മിനിറ്റ് വൈകിയത് വേറെ ഒന്നും കൊണ്ടല്ല, തലേ ദിവസമായപ്പോ ഞാൻ ഉമ്മയെ ഒന്ന് കോൾ ചെയ്ത്, ഉമ്മ എനിക്ക് പഴഞ്ചോറ് കഴിക്കാൻ തോന്നുന്നു, പഴഞ്ചോറ് സെറ്റ് ചെയ്തിട്ട് എന്നെ വിളിക്കാൻ വരാവുള്ളേ ഉമ്മ, ഇത്ര ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്റെ ഉമ്മ എന്നല്ല, ഉമ്മാമാരല്ലേ അവര്, നമ്മൾ പറയുന്ന കാര്യം അവരെ കൊണ്ട് പറ്റുന്ന കാലത്തോളം അവരത് ചെയ്തു തരും. സോ അതുകൊണ്ട് ഉമ്മ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഞങ്ങളെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഉമ്മ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയത്. അങ്ങനെ ചെന്ന ഉടനെ ഞാൻ വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് പഴഞ്ചോറും ഉണക്കമീനും എല്ലാം ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ ആണെങ്കിൽ ഈ പണ്ടൊക്കെ ഇല്ലേ, ഇപ്പോഴാണ് അതിലൊക്കെ കുറച്ച് മാറ്റം വന്നത്. ഈ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, എണ്ണ, പിന്നെന്തുവാണ് നെല്ല് മേടിച്ച് കുത്തി അത് പൊടിച്ച് മാവാക്കി അത് വറുത്ത് എടുത്ത് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഉമ്മ ഇപ്പോഴൊക്കെയാണ് അതിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുള്ളത്. ഉമ്മാക്കല്ലാതെ ഈ പാക്കറ്റ് മേടിക്കുന്നത് ഉമ്മാ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഈ മഞ്ഞളെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച മഞ്ഞളാണ് കേട്ടോ. ഉമ്മ ഈ എപ്പോഴും ഇങ്ങനെ മഞ്ഞൾ നട്ട് വെക്കും, കസ്തൂരി മഞ്ഞൾ മുഖത്തിടാനൊക്കെ ആയിട്ട്. അത് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച മഞ്ഞളാണ്. അങ്ങനെ ഉമ്മ അത് ഉണക്കി പൊടിക്കാനായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മ ഈ അടുത്ത് നെല്ല് കുത്തിയപ്പോ കിട്ടിയ ഉമ്മി എടുത്ത് ഉമ്മ ഉമിക്കിരി വറുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഉമിക്കിരിയിൽ എത്ര ഒരു പല്ലി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉമിക്കിരി എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി നിങ്ങളുടെയൊക്കെ അവിടെ വേറെ എന്തെങ്കിലും ആണ് പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കമന്റ് ചെയ്യുക. ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞാനൊക്കെ കുഞ്ഞിലെ ഒരുപാട് മുക്കരിയിൽ പല്ല് തേച്ചിട്ടുണ്ട്. ഇപ്പം ഇത് വറുത്തതിന് ശേഷം ഞാൻ എൻ്റെ യാസുബേനെ വല്ലപ്പോഴും അതിൽ പല്ല് തേച്ച് കൊടുക്കാറുണ്ട്. ഇതെന്ന് വെച്ചാൽ ഉമ്മ കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ആണ് കേട്ടോ സെറ്റാക്കി വെക്കുന്നത്. അപ്പൊ അടുത്തത് ഞാൻ അടുത്ത വ്ലോഗിൽ അപ്ലോഡ് ചെയ്യാമേ ഇതിന്റെ ബാക്കി.